അപ്പോൾ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള കഴിവുകൾ എന്താണ് ഇപ്പോൾ? അല്ല, ഇപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർ കുറഞ്ഞു അല്ലേ. അപ്പോൾ അവരെ ആകർഷിക്കുന്ന ഏറ്റവും പുതിയ ട്രെൻഡ്, അത് ഭാഷാപരമാകാം, ടെക്നോളജി ആകാം, അവതരിപ്പിക്കുന്ന രീതിയാകാം. ഇപ്പോൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, അതിന് മാറില്ല. അപ്പോൾ പിന്നെ അഭിനയിക്കേണ്ട ആവശ്യം പിന്നെ ഇത് ചെയ്യുന്നതാണ്, നേരിടാൻ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു സ്റ്റൈലുണ്ട്. ഫഹദ് ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഷൈൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അവർ അവരുടെ രീതി ചെല്ലും. അവർ ഏറ്റവും പുതിയ രീതിയിൽ പുതിയ ജനങ്ങൾ ചെറുപ്പക്കാർ എങ്ങനെയാണോ പുറത്ത് ബിഹേവ് ചെയ്യുന്നത്, ശരിക്കും ഇവരെല്ലാ ട്രെൻഡ് കൊണ്ടുവന്നത്. പുറത്ത് ഇതിനേക്കാൾ നല്ല ട്രെൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുക. തുറച്ച കുടുംബ ബന്ധങ്ങൾ, കഥയിൽ പ്രേമോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ സൗഹൃദത്തിന് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ത്രില്ലറായിരിക്കണം, ആക്ഷൻ ഇഷ്ടമാണ്. കാരണം അന്ന് ഞാൻ സിനിമയെക്കുറിച്ച് ദിനേശേട്ടനോട് സംസാരിച്ചപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞത് അഭിനയിക്കാൻ പോകുന്നതാണ് സേഫ്, മറ്റേ ടെക്നിക്കൽ സൈഡ് ഇപ്പോൾ പോകണ്ട, അത് അലമ്പായി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഒരു പറയാൻ കാരണം എന്തായിരുന്നു? അഭിനയിക്കാൻ വിജയിക്കും പറയുമ്പോൾ വിജയിച്ച ആ ട്രാക്കിൽ വന്ന പിന്നെ ഭാരം കുറഞ്ഞു, നമുക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ഡയറക്ടർ അങ്ങനെയല്ല, പണി കുറേയുണ്ട്, സ്ക്രിപ്റ്റിന് കുറേയുണ്ട്. പക്ഷേ മറ്റേത് അനുസരിച്ചാൽ മാത്രം മതി, പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ്. മറ്റേത് അങ്ങനെയല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. ഇത് സ്വായത്തമായി കിട്ടിയൊരു കഴിവ് എനിക്കുണ്ട്. പക്ഷേ ആ ടൈമിംഗ് ആണ് അഭിനയം എന്ന് പറഞ്ഞാൽ. ടൈമിംഗ് ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് ആക്ഷനും കട്ടനും ഇല്ല മാത്രമേ ഉള്ളൂ അല്ലേ. ആ ആക്ഷനും കട്ടനും ഇടയ്ക്കുള്ള ആ ടൈമിംഗ് കീപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ ആർക്കും അഭിനയിക്കാം. അത് ആ ഡയറക്ടർ വിശ്വസിച്ചാൽ മതി, നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഒരു ക്യാമറ പ്രസൻസ് ഉണ്ട്, അത് വേണം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.